ഇപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കളയാം. അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക. ഈ വരുമാനം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ പണമൊന്നും എടുത്ത് ചിലവാക്കാൻ പറ്റൂലാരോ എന്നൊക്കെയുള്ള ധാരണകളായിരിക്കാം അവരെ ഇതിന് നയിച്ചിട്ടുണ്ടാകുക. ഇതൊന്നും യേശുന്ന കാര്യമല്ല. നമ്മൾ കാണേണ്ടത് അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ 3-ാം സ്ഥാനത്തായിരിക്കും. ഇവിടെ നല്ല രീതിയിൽ അവിടെ മത്സരിക്കുന്ന സുനിൽകുമാർ നല്ല തോതിൽ തന്നെ അവിടെ വിജയിച്ചു വരും. ഇതാണ് തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ നില. അതിനെ നേരിടുന്നതിന് വേണ്ടി ഇമാതിരി കളി കൊണ്ടൊന്നും പറ്റില്ല എന്നത് BJPയും അവരുടെ ഏജൻസികളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ കാണുന്നില്ല. അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ ഇതാണ്. അതായത് നാട്ടിലുള്ള ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ഒരു കൂട്ടർ പോകുന്നത് അത് ഒരു നിഷിദ്ധമായൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കാൻ പാടില്ല. കുറ്റവാളികളോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിലാണ് തെറ്റ്. മരണം നടന്ന വീട്ടിൽ പോയി ആ ബന്ധുക്കളെ കാണുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതൊന്നും ഒരു തരത്തിലുള്ള ഒരു തെറ്റായ കാര്യമല്ല. അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വളരെ ഹീനമായ രീതിയിൽ ആക്രമിക്കുന്ന നിലയാണ്ട്. ഇതാദ്യമായിട്ടല്ല. നേരത്തെയും ഇങ്ങനെ ചില വർത്തമാനങ്ങൾ കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് തീർത്തും അപലപനീയമായൊരു കാര്യമാണ്. അതിൽ കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്.